നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തീം. ഇപ്പോൾ ലൈറ്റ് തീമിൽ ഉള്ള ഒരു ഫോൺ നമ്മൾ ഡാർക്ക് തീമിലേക്ക് മാറ്റും. ഇതിപ്പോൾ ലൈറ്റ് തീമിലാണ് ഉള്ളത്. ലൈറ്റ് തീമിൽ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും, ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ, അതുപോലെ ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും അത് ലൈറ്റ് തീമിൽ തന്നെ ഉണ്ടാകുക. അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻസിലൊക്കെ തീം മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഡാർക്ക് തീമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഡാർക്ക് തീം ഉപയോഗിക്കാം. എന്നാൽ ഫോണിൻ്റെ തീം മൊത്തം മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനും ഡാർക്ക് തീമിലേക്ക് മാറും. നമ്മളിങ്ങനെ ഡാർക്ക് തീമിലേക്ക് മാറ്റുന്നേരം ചില ആപ്ലിക്കേഷൻസ് ഡാർക്ക് തീമിലേക്ക് മാറുകയില്ല. അതിന് ഡാർക്ക് തീം സപ്പോർട്ടാകില്ല. നമ്മളൊന്ന് മാറ്റി നോക്കുക. ഇതിപ്പോൾ ഞാൻ ഡാർക്ക് തീമിലേക്ക് മാറ്റുക. ഡാർക്ക് തീമിലേക്ക് മാറി. ഡാർക്ക് തീം ഓൺ ചെയ്ത് ഡാർക്ക് തീമിലേക്ക് മാറി. ഇപ്പം നമുക്ക് ഫോൺ മൊത്തം ഡാർക്കിലേക്ക് മാറും. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുക, അത് ഡാർക്ക് തീമിലാണുള്ളത്. അതുപോലെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കുക, അതും ഡാർക്ക് തീമിലാണുള്ളത്. എന്നാൽ നമ്മൾ ആമസോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, ആമസോൺ ഡാർക്ക് തീമിൽ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചില ആപ്ലിക്കേഷൻസ് ഡാർക്ക് തീം സപ്പോർട്ടാകില്ല. അങ്ങനെ സപ്പോർട്ടാകാത്ത ആപ്ലിക്കേഷൻസിൽ ഡാർക്ക് തീം അപ്ലൈ ചെയ്യാനുള്ള അടിപൊളി ഒരു ട്രിക്കാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ ഡാർക്ക് തീമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ട്. ഒന്നാമത്തെ ഗുണം, ഒരുപാട് നേരം നമ്മളിങ്ങനെ ഡിസ്പ്ലേയിൽ ലൈറ്റ് തീമിൽ നോക്കി നിൽക്കുന്നത് നമ്മളെ കണ്ണിന് ദോഷമാണ്. അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ ഫോണിൻ്റെ ബാറ്ററി കൂടുതൽ സമയം നമുക്ക് കിട്ടാൻ ഈ ഡാർക്ക് തീമിലേക്ക് മാറ്റുന്നത് നല്ലതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസിലും ഡാർക്ക് തീം അപ്ലൈ ചെയ്യുക? അതിന് നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സ് എടുത്തിട്ട് അതിൽ ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക. ഡെവലപ്പർ ഓപ്ഷൻ എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടതെന്ന് ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിരിക്കുക. എന്നാൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഫോണിൻ്റെ എബൌട്ട് സെക്ഷനിലേക്ക് പോയാൽ, എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ചില ഫോണിൽ ബിൽഡ് നമ്പർ, ചില ഫോണിൽ MIUI വെർഷനിൽ അല്ലെങ്കിൽ ബിൽഡ് നമ്പറിൽ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നുള്ള ഭാഗത്ത് അതുണ്ടാകുക. അവിടെ എടുത്തിട്ട് ഇതിൽ ബിൽഡ് നമ്പറാളിൽ ഇതിൽ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആവും. ഇതിൽ ഓൾറെഡി ഞാൻ എനേബിൾ ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ആ ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് കുറേ താഴെ ഭാഗത്തേക്ക് പോവുക. കുറേ താഴെ ഭാഗത്തേക്ക് പോയാൽ ഇവിടെ വോയിസ് ഡാർക്ക് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. അതായത് ഡാർക്ക് മോഡ് സപ്പോർട്ടാകാത്ത ആപ്ലിക്കേഷൻ വോയിസ് ചെയ്തുകൊണ്ട് ഇത് ഡാർക്ക് മോഡിലേക്ക് മാറ്റുന്നതാണ്. ഇനി നമുക്ക് ആമസോൺ ഒന്ന് തുറന്നു നോക്കുക. ഇവിടെ ഞാൻ ആമസോണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ആമസോണും നമുക്ക് ഡാർക്ക് തീമിലേക്ക് മാറിക്കിട്ടി. ഇതുപോലെ നിങ്ങളെ ഫോണിൽ സപ്പോർട്ടാകാത്ത ഏത് ആപ്ലിക്കേഷനിലേക്കും ഡാർക്ക് തീം അപ്ലൈ ചെയ്യാനുള്ള നല്ലൊരു സെറ്റിങ്സാണ് ഈ ഡെവലപ്പർ ഓപ്ഷനിലുള്ള വോയിസ് ഡാർക്ക് തീം. ഇത് നിങ്ങൾക്ക് മുമ്പ് അറിയാനൊന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അറിഞ്ഞൂടാത്ത ആൾക്കാർ വേറെ ഉണ്ടാവും, നിങ്ങളെ ചങ്ങായിമാർ, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണും. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.